Hello guys, welcome back to my channel Journey through Abhi. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് കൺവേർഷനെ പറ്റിയാണ്. ടൈപ്പ് കൺവേർഷനും ടൈപ്പ് കോവേർഷനുമാണ്. ടൈപ്പ് കൺവേർഷൻ വേറെ വീഡിയോയിൽ, ടൈപ്പ് കോവേർഷൻ വേറെ വീഡിയോയിൽ ചെയ്യും. ടൈപ്പ് കൺവേർഷനെ പറ്റിയാണ്. ടൈപ്പ് കൺവേർഷൻ എന്ന് വെച്ചാൽ എന്താണ്? ടൈപ്പ് കൺവേർഷൻ വെച്ചാൽ മാനുവലി കൺവേർട്ട് ചെയ്യും. ടൈപ്പ് കൺവേർഷൻ എന്ന് വെച്ചാൽ മാനുവലി കൺവേർട്ട് വൺ ടൈപ്പ് ഒരു ടൈപ്പിൽ നിന്ന് വേറൊരു ടൈപ്പിലേക്ക് മാനുവലി നമ്മളായിട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നതിന് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഒരുപാട് ഫംഗ്ഷൻസ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ വെച്ച് ചെയ്യുമ്പോൾ അത് എക്സ്പ്ലിസിറ്റ്ലി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. ടൈപ്പ് കൺവേർഷൻ കൺവേർട്ട് ചെയ്യും. ലൈക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. കോൺസെപ്റ്റ് ഇതിൽ പറയുന്നത് വെച്ചാൽ ഇൻപുട്ട് ഇയർ എന്ന് പറയുന്നത് 1991 ആണ്. 1991 എന്ന് പറഞ്ഞാൽ സ്ട്രിംഗ് ആയിട്ടാണ് കൊടുത്തത്. ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും സ്ട്രിംഗ് ആയിട്ട് അത് ജാവാസ്ക്രിപ്റ്റ് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ 1991 കൊടുത്തിട്ടുള്ളത്. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗിൽ ഈ ഇൻപുട്ട് ഇയർ ഇപ്പോ 1991 എന്ന് പറഞ്ഞ സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് പ്ലസ് നമ്പറിലാണ്. ഇപ്പോ എന്താ പറയാ, ഇത് ഔട്ട്പുട്ട് വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് ജസ്റ്റ് നോക്കാം. ഔട്ട്പുട്ട് വരുവാന്ന് വെച്ചാൽ 1991 18 കൂടി കൂടിയിട്ടുള്ള ഒരു നമ്പറാണ് വരിക. ആ കണ്ടോ, 1991 18 കൂടി കൂടിയിട്ടുള്ള ഒരു നമ്പർ, ഈ ഒരു നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് എന്താ, 1991 പ്ലസ് 18 ആഡ് ചെയ്തിട്ടുള്ള നമ്പറാണ് വേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടിയത് ഇതാണ്. അപ്പോൾ ഈ ഈ ഒരു ടൈപ്പിനെ കൺവേർട്ട് ചെയ്യണം, ഇതിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കൺവേർഷൻ ഉണ്ട്, നോക്കാം. ഇതേ സാധനത്തിനെ കോപ്പി ചെയ്തിട്ട് ഇതിന് നമ്മൾ നമ്പർ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കും. നമ്പർ എന്ന് പറഞ്ഞ ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഇത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇൻപുട്ട് ചെയ്യുക. ഇൻപുട്ട് ചെയ്യാൻ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ കീബോർഡ് ആണ് നമ്പർ എന്ന് പറയുന്നത്. അതിനെ ഇപ്പൊ ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ ആയിരിക്കും. ഇത്രയും നേരം ടൈപ്പ് ഇതിന്റെ സ്ട്രിംഗ് ആയിരുന്നു, ഇപ്പൊ നമ്പറിലേക്ക് കൺവേർട്ട്. അപ്പൊ നമ്പർ ഓഫ് 1999 നമ്പറിനെ പ്ലസ് 18 കൂട്ടിയാൽ എത്ര കിട്ടുന്നു? അതെ, കറക്റ്റ് ആൻസർ കിട്ടില്ല, 2009. ആദ്യത്തെ ആൻസർ 1991 എന്നുള്ളൊരു ആൻസർ കിട്ടിയിട്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ 2009. അതെന്തുകൊണ്ടാണ്? ഇതിനെ കൺവേർട്ട് ചെയ്ത്, ഇതിനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. മാനുവലി കൺവേർട്ട് ചെയ്ത്, എക്സ്പ്ലിസിറ്റ്ലി കൺവേർട്ട് ചെയ്തതിനെയാണ് ടൈപ്പ് കൺവേർഷൻ യൂസിങ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാന്ന് വെച്ചാൽ ലോഗില് നമ്മളൊരു ഓൾറെഡി സ്ട്രിംഗ് ആയിട്ടുള്ള സംഭവത്തിന്റെ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരുന്നു. അത് നോട്ട് എ നമ്പർ എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. കാരണം അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി സ്ട്രിംഗ് ആയിട്ടുള്ളതിനെ നമ്പറായി കാണാം. നമ്പർ സ്ട്രിംഗ് ആയിട്ടുള്ളതിനെ അതിന്റെ സ്ട്രിംഗ് എന്ന നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ സ്ട്രിംഗ് ഓൾറെഡി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു നമ്പർ അല്ല എന്നാണ് സിസ്റ്റം പറയുന്നത്. ആക്ച്വലി ഈ ജോണസ് എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്താൽ തന്നെ, ജോണസ് എന്ന് പറഞ്ഞ നമ്പർ നമ്മൾക്ക് ഇല്ലല്ലോ, നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു നമ്പർ ഇല്ല. സോ അതുകൊണ്ടാണ് നോട്ട് എ നമ്പർ എന്ന് വന്നത്. ഇനി നമുക്ക് ഞാൻ ടൈപ്പ് നോക്കാം. ഈ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ല? ടൈപ്പ് ഓഫ് വെച്ചിട്ട് പിന്നെ നാൻ്റെ ടൈപ്പ് എന്തായിരിക്കും? നാൻ്റെ ടൈപ്പ് നമ്പറാണ്. അപ്പൊ ആക്ച്വലി ഇത് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് നമ്പറായിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ നമ്പറിലല്ല, അതുകൊണ്ടാണ് നാൻ നോട്ടുള്ളത്. അത് നമ്പർ തന്നെയാണ്, അങ്ങനത്തെ ഒരു നമ്പർ ഇല്ല, അതാണ് നോട്ട് എ നമ്പർ. നോട്ട് അതിന്റെ ടൈപ്പ് നമ്പർ, അതായത് ഇൻവാലിഡ് നമ്പർ ആയിരിക്കും. അതിനെയാണ് നാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിന്റെ ടൈപ്പ് ഓഫ് നോക്കാം. ഓരോ ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഇയർ അറ്റ് പ്രസന്റ് ഇവിടെ എത്രയാണ്? ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഇയർ അറ്റ് പ്രസന്റ് അവിടെ വരുമ്പോൾ ടൈപ്പ് സ്ട്രിംഗ് ആണ്. ഇനി ഇപ്പോ ഇതിന് നമുക്ക് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്പർ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇത് നമ്പർ കണ്ടോ, നേരത്തെ സ്ട്രിംഗ് ആണ്, ഇത് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമ്പർ. അപ്പോ ടൈപ്പ് മാറുന്നത് മനസ്സിലായല്ലോ. നമ്പർ എന്നുള്ള ഇതാണ് ടൈപ്പ് കൺവേർഷൻ. ഒന്നുകൂടി ജസ്റ്റ് അതിൽ അറിയാത്തവർ ഒന്നും കൂടി അതിൻ്റെ തൊട്ട് കാണും, അല്ലാത്തവർ അടുത്തതിലേക്ക് പോകും. ടൈപ്പ് കൺവേർഷനിലേക്ക് പോകും. ടൈപ്പ് കൺവേർഷൻ എന്ന് വെച്ചാൽ മാനുവലി കൺവേർട്ട് ചെയ്യും. ഓരോ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എക്സ്പ്ലിസിറ്റ്ലി ഇത് സിസ്റ്റം തന്നെ കൺവേർട്ട് ചെയ്തതിനാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ്ലി
നമ്മൾ ഓൾറെഡി കൊടുക്കണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.